ഇന്ന് രാവിലെ തന്നെ അച്ചുമോന്റെ അയില നന്നാക്കി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ ചട്ടിയൊക്കെ എടുക്കുകയാണ്. നമുക്കത് നന്നായിട്ട് കഴുകി എടുക്കണം. ഇതിനിടയിൽ നമ്മുടെ പാറുമോൾക്ക് ഛർദിയും വയറുവേദനയും ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ അവൾ അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന മീൻ നന്നായി ഒന്നും കൂടെ വൃത്തിയാക്കി നുറുക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളികേരപ്പാലിൽ വെക്കുന്നതാണ് ഇവിടെ ഇഷ്ടമെങ്കിലും ഇന്ന് ഞാൻ കുറച്ച് മടിയുള്ളതുകൊണ്ട് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. മടി മാത്രമല്ല കേട്ടോ, പാറുമോൾ ഇടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക അമ്മേ അമ്മേ അമ്മേന്ന് വയ്യാത്തത് കൊണ്ടാണ്. അങ്ങനെ ആ മിക്സിയുടെ ജാറിലൊക്കെ സവോള ഇട്ട് അടിക്കാൻ ചെന്നപ്പോഴാണ് ഗൈസ് മനസ്സിലായത് മിക്സി പണി മുടക്കിയിരിക്കുകയാണ്. അങ്ങനെ ചട്ടി വെച്ച് ചൂടായപ്പോഴേക്കും ഞാനിവിടെ ചോപ്പറിലിട്ട് സവോള നന്നായി കുനുകുനാ അരിഞ്ഞെടുത്തു കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ പൊട്ടിച്ചു. കടുക് നമ്മൾ ഇടാറില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ സവോളയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. അപ്പോഴേക്കും വറക്കാനുള്ള മീനിൽ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ തിരുമ്പി ഉപ്പും കൂടിയൊക്കെ ഇട്ട് നന്നായി തിരുമ്പി മാറ്റി വെച്ചിട്ട് ഒരു കറക്കം കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്തിനാണെന്നറിയോ കറക്കുന്നത്? അത് എനിക്കും അറിഞ്ഞൂടാ, ഒരു രസം. അങ്ങനെ ഇതാ കൂട്ടാനിലേക്കുള്ള നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതേ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചേർത്താൽ കറിയിൽ ചേർക്കുമ്പോൾ കരിയില്ല. ഇതിലേക്ക് ഇന്ന് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, മടി കൊണ്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ അതിലേക്ക് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെ സംഭവമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി വാട്ടി വരിക. അപ്പോഴേക്കും വറക്കാനുള്ള മീനുകൾ ഇങ്ങനെ വരിവരിയായി ചട്ടിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കറിയിലേക്ക് ഇത് വാടി വരുമ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന കൊടംപുളി ഉണ്ട് കേട്ടോ, വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വാട്ടി കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പാറമുളുടെ അടുത്ത് ചെന്ന് നോക്കിയിട്ടോ. പാറമുളക്ക് ഭയങ്കര ക്ഷീണം, ഛർദ്ദിച്ച് കുറേ പോകുന്നതുകൊണ്ട് തന്നെ അവൾ പറയുന്നത് വിശക്കുന്നുണ്ടെന്നാണ്. പക്ഷെ അവൾക്ക് എന്താ കഴിക്കേണ്ടതെന്ന് മനസ്സിലാവണില്ല. അച്ചുമോൻ പിന്നെ എനിക്ക് സഹായിച്ചു തരുന്നുണ്ട് കേട്ടോ. വീടൊക്കെ അടിച്ചു വാരിതേ തുടച്ച് തരികയാണ്. അപ്പോൾ പാറമുള അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചതേ കറിയുടെ അടുത്തേക്ക് തന്നെ ചെന്ന് തിളച്ച് വന്ന സംഭവത്തിലേക്ക് നമ്മുടെ മീനുകളൊക്കെ എടുത്ത് ഇടുകയാണ് കേട്ടോ. അങ്ങനെ മീൻ അവിടെ ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോഴേക്കും മീൻ വറുത്തതും ആയി വരുന്നുണ്ട്. രാവിലെ ഇറക്കി വെച്ച് നമ്മുടെ ചോറ് വാർക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ അമ്മ അമരക്കായ ഉപ്പേരിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികളെ. അമരക്കായ ഉപ്പേരി, നമ്മുടെ അയില മുളകിട്ട് വെറ്റിച്ചത്, അതുപോലെ അയില വറുത്തത്, പിന്നെ അമ്മ ഓംപ്ലേറ്റും കൂടി ഉണ്ടാക്കി രാവിലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടി നമുക്ക് പിന്നെ ചോറിണം. കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും പാറുമോൾക്ക് എന്തോ കഴിക്കാൻ വേണം. അങ്ങനെ സേമിയ പായസം വെക്കുകയാണ്. അത് സേമിയ പായസമാണോ ഏലക്ക പായസമാണോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ് കേട്ടോ. കാരണം സേമിയയുടെ മിക്സ് ആയിരുന്നു. അപ്പോഴാണ് അവിടെ അച്ചാർ ഇരിക്കുന്നത് കണ്ടത് ഗൈസ്. ഞാൻ കുറച്ച് അച്ചാർ എടുത്ത് കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കൊച്ചു കുപ്പികൾ കണ്ടോ നിങ്ങൾ? നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ അതിൽ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. അങ്ങനെ ആ സമയത്താണ് പൂരത്തിന് മേടിച്ച കുഴപ്പിരിക്കുന്നത് കേട്ടോ. അതും എടുത്ത് ഞാൻ പ്ലേറ്റിൽ വെച്ചു. അച്ഛമോന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴേക്കും പാറുമോൾ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ മിൽക്ക് മെയ്ഡൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ കഴിക്കരുത്, വയറ്റിന് സുഖമില്ലാത്തതല്ലേന്ന്. പക്ഷെ അവൾക്ക് വിശന്നിട്ട് വയ്യാത്രേ. അപ്പോൾ എന്തായാലും അത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അച്ഛമ്മ കോയിലപ്പത്തിൽ മിൽക്ക് മെയ്ഡ് പുരട്ടി കഴിക്കുന്നു. അപ്പോൾ അങ്ങനെ പാറുമുളക്ക് ക്ഷീണമുള്ളതുകൊണ്ട് അച്ഛമ്മ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ കുത്തബ് മിനാർ പോലെ നിൽക്കുന്നത് കുഴലപ്പം ചായയിൽ മുക്കി വെച്ചിരിക്കുന്നതാണ് കഴിക്കാനായിട്ട്. പിന്നെ പായസമൊക്കെ വെന്ത് വന്നപ്പോൾ അത് ചൂടാറാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേർക്കും കൊടുത്തു. ശ്രീജേട്ടൻ അമ്മയ്ക്ക് മാറ്റി വെച്ചു. അങ്ങനെ ഞാനും കഴിച്ചു.